ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിൽ 11,599 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. കോമൺവെൽത്ത് ലീഗൽ എഡ്യൂക്കേഷൻ അസോസിയേഷൻ യോഗത്തിന്റെ സമാപന സമ്മേളനത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അഭിസംബോധന ചെയ്യും. കൊച്ചി കാക്കനാട് കിൻഫ്ര അന്താരാഷ്ട്ര പ്രദർശന കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് നാടിന് സമർപ്പിക്കും. 2024-25 സാമ്പത്തിക വർഷത്തെ കേരള ബജറ്റ് നാളെ ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കും. ഇംഗ്ലണ്ടിനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ജാംഷഡ്പൂർ FC പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിലെ ഗുവാഹത്തിയിൽ 11,599 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. ഗുവാഹട്ടിയിൽ റോഡ് ഷോയ്ക്ക് ശേഷം നടന്ന പൊതുസമ്മേളനത്തിലാണ് അദ്ദേഹം വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തത്. കാമാഖ്യ ക്ഷേത്ര ഇടനാഴി, ഗുവാഹത്തിയിലെ പുതിയ വിമാനത്താവള ടെർമിനലിൽ നിന്നുള്ള 6 വരി പാത, നെഹ്റു സ്റ്റേഡിയം ഫിഫ നിലവാരത്തിലേക്ക് ഉയർത്തൽ, ചന്ദ്രാപുരിയിൽ പുതിയ സ്പോർട്സ് കോംപ്ലക്സ് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. ഒപ്പം ഗുവാഹട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിക്കും കരീംഗഞ്ച് ജില്ലയിലെ പുതിയ മെഡിക്കൽ കോളേജിനും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. വിശ്വനാഥ് ചരിയാലി മുതൽ ഗോഗ്പൂർ വരെ പുതുതായി നിർമ്മിച്ച 4 വരി പാത പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണേഷ്യൻ ഉപമേഖലാ സാമ്പത്തിക സഹകരണ ഇടനാഴി കണക്ടിവിറ്റിയുടെ ഭാഗമായി 38 പാലങ്ങൾ ഉൾപ്പെടെ 43 റോഡുകൾ നവീകരിക്കുന്നതിനുള്ള 3,400 കോടി രൂപയുടെ പദ്ധതികൾക്കും അദ്ദേഹം തറക്കല്ലിട്ടു. വൈകിട്ട് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലേക്ക് തിരിക്കും. കോമൺവെൽത്ത് ലീഗൽ എഡ്യൂക്കേഷൻ അസോസിയേഷൻ അറ്റോർണിമാരുടെയും സോളിസിറ്റർ ജനറൽമാരുടെയും പൊതുയോഗ സമാപന സമ്മേളനത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അഭിസംബോധന ചെയ്യും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ന്യൂഡൽഹിയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. നീതിന്യായ സംവിധാനത്തെ ജനകേന്ദ്രീകൃതമാക്കാൻ ആവശ്യപ്പെട്ട പ്രധാനമന്ത്രി നീതിയുടെ സുഗമമായ ലഭ്യത നീതിന്യായ വ്യവസ്ഥയുടെ കേന്ദ്രസ്തംഭമാണെന്നും അഭിപ്രായപ്പെട്ടു. 20ാം നൂറ്റാണ്ടിന്റെ ചിന്താഗതിയോടുകൂടി 21ാം നൂറ്റാണ്ടിന്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഫിജി ഉപപ്രധാനമന്ത്രി ബിമൻ പ്രസാദിന്റെ ഒരാഴ്ച നീളുന്ന ഇന്ത്യ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇന്ന് ന്യൂഡൽഹിയിലെത്തുന്ന അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പരിപാടികൾ നാളെയാണ് ആരംഭിക്കുക. നാളെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, കേന്ദ്ര സഹമന്ത്രി രാജ്കുമാർ രഞ്ജൻ സിംഗ് എന്നിവരുമായി ഫിജി ഉപപ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. മറ്റന്നാൾ ഡൽഹിയിലും 7-ന് ഗോവയിലും നടക്കുന്ന പരിപാടികളിൽ പങ്കെടുത്ത ശേഷം 8-നാണ് ശ്രീ പ്രസാദിന്റെ അയോധ്യ സന്ദർശനം. ഈ മാസം 11-ന് അദ്ദേഹം ഫിജിയിലേക്ക് മടങ്ങും. പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യയെ കേന്ദ്ര കായിക മന്ത്രാലയം സസ്പെൻഡ് ചെയ്തു. സമയബന്ധിതമായി തിരഞ്ഞെടുപ്പുകൾ നടത്താത്തതിനും മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനുമാണ് സമിതിയെ സസ്പെൻഡ് ചെയ്തത്. കമ്മിറ്റിയുടെ നിർവഹണ സമിതിയുടെ കാലാവധി കഴിഞ്ഞ മാസം 31-ന് അവസാനിച്ചതായി മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ പലതവണയായി ED നൽകിയ സമൻസ് ഒഴിവാക്കിയതിനെ തുടർന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ സമീപിച്ചു. ഡൽഹി റൂസ് അവന്യൂ കോടതിയിലാണ് ED ഇന്നലെ പരാതി നൽകിയത്. കേസിൽ ഈ മാസം 7-ന് കോടതി വിശദമായ വാദം കേൾക്കും. കഴിഞ്ഞ 4 മാസത്തിനിടെ കെജ്രിവാളിന് ED 5 സമൻസ് അയച്ചിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി MLA-മാരെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചെന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആരോപണം തള്ളി BJP. ആരോപണങ്ങൾ സംബന്ധിച്ച് തെളിവുകൾ നൽകുകയായിരുന്നു കെജ്രിവാൾ ചെയ്യേണ്ടിയിരുന്നതെന്ന് BJP വക്താവ് ഷഹസദ് പൂനാവാല പറഞ്ഞു. ആരോപണങ്ങളിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടത് BJP-യാണ്. മാന്യതയുടെ രാഷ്ട്രീയമാണ് പാർട്ടി പിന്തുടരുന്നത്. ഡൽഹി മദ്യനയ കേസിൽ ED 5 തവണ സമൻസ് നൽകിയിട്ടും അരവിന്ദ് കെജ്രിവാൾ ഹാജരായില്ലെന്നും BJP വക്താവ് ചൂണ്ടിക്കാട്ടി. BJP-യുടെ ഗാവോ ചലോ പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഹിമാചൽ പ്രദേശിലെ ബർവാനിയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ലക്ഷ്യമിട്ട് രാജ്യത്തെ 7 ലക്ഷത്തോളം ഗ്രാമങ്ങളിലും നഗരപ്രദേശങ്ങളിലും പ്രചാരണ പരിപാടി നടത്തും. 30 ലക്ഷം പാർട്ടി പ്രവർത്തകർ ഇതിന്റെ ഭാഗമാകും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ജാർഖണ്ഡിൽ പുരോഗമിക്കുന്നു. രാവിലെ ധൻബാദിൽ നിന്ന് ആരംഭിച്ച യാത്ര ഇന്ന് ബൊക്കാറോ സ്റ്റീൽ സിറ്റി, രാംഗഡ് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തും. 8 ദിവസങ്ങളിലായി ജാർഖണ്ഡിലെ 13 ജില്ലകളിലൂടെ യാത്ര പുരോഗമിക്കും. കേരളത്തിൽ KPCC സംഘടിപ്പിക്കുന്ന മഹാജനസഭ വൈകിട്ട് തൃശൂരിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉദ്ഘാടനം ചെയ്യും. തേക്കിൻകാട് മൈതാനിയിലെ പരിപാടിയിൽ സംസ്ഥാനത്തെ എല്ലാ ബൂത്ത് പ്രസിഡന്റുമാരും വനിതാ വൈസ് പ്രസിഡന്റുമാരും പങ്കെടുക്കും.
KPCC പ്രസിഡന്റ് കെ സുധാകരൻ അധ്യക്ഷനാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കൊച്ചി കാക്കനാട് കിൻഫ്ര അന്താരാഷ്ട്ര പ്രദർശന കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സർക്കാരിനു വേണ്ടി വ്യാവസായിക പ്രോത്സാഹനത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായാണ് കൺവെൻഷൻ സെന്റർ വിഭാവനം ചെയ്തിരിക്കുന്നത്. 10 ഏക്കറിൽ 55,000 ചതുരശ്ര അടിയുള്ള പ്രദർശന കേന്ദ്രം 90 കോടി ചിലവിലാണ് നിർമ്മിച്ചത്. 2024-25 സാമ്പത്തിക വർഷത്തെ കേരള ബജറ്റ് നാളെ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കും. രാവിലെ 9 മണിക്കാണ് ബജറ്റ് പ്രസംഗം ആരംഭിക്കുക. ജനങ്ങളെ പരിഗണിക്കുന്ന കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ബജറ്റാണ് അവതരിപ്പിക്കുകയെന്ന് ധനമന്ത്രി പറഞ്ഞു. ഫെബ്രുവരി 12, 13, 14 തീയതികളിൽ ബജറ്റിന്മേലുള്ള ചർച്ച നടക്കും. 15-നാണ് വോട്ട് ഓൺ അക്കൌണ്ട് ചർച്ചയും വോട്ടെടുപ്പും. ഇന്ന് ലോക അർബുദ ദിനം. ക്യാൻസറിനെതിരായുള്ള അവബോധം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ദിനാചരണം. വിശദാംശങ്ങളിലേക്ക്. പരിചരണത്തിലെ വിടവ് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നതാണ് ഈ വർഷത്തെ ക്യാൻസർ ദിനാചരണ പ്രമേയം. 2022 കണക്കനുസരിച്ച് 20 ദശലക്ഷം ക്യാൻസർ രോഗികളും 9.7 ദശലക്ഷം മരണവുമാണ് ആഗോളതലത്തിൽ ഉണ്ടായത്. 2050ഓടെ ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ 77% വരെ വർധനവുണ്ടാകുമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ വിലയിരുത്തൽ. സ്ഥാനാർബുദം, ശ്വാസകോശം, വൻകുടൽ, മലാശയം, പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നിവയാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഏറ്റവും കൂടുതൽ മരണകാരണമാകുന്നത് ശ്വാസകോശ അർബുദം. 2023 ഇന്ത്യയിൽ 3.4 ലക്ഷത്തിലധികം ഗർഭാശയ അർബുദ രോഗികളുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം ലോക ക്യാൻസർ ദിനാചരണം അടിവരയിടുന്നത്. പുകവലി, മദ്യപാനം തുടങ്ങിയ ശീലങ്ങൾ ഒഴിവാക്കിയും ആരോഗ്യപരമായ ജീവിതശൈലി പിന്തുടർന്നും ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കാനാകുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. യഥാസമയമുള്ള രോഗനിർണയവും ചികിത്സയും ക്യാൻസറിനെ കുറിച്ചുള്ള പോരാട്ടത്തിൽ സുപ്രധാനമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇംഗ്ലണ്ടിനെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് സ്കോറായ 396 റൺസിന് മറുപടിയായി ഇംഗ്ലണ്ടിന് 253 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 45 റൺസ് മാത്രം വഴങ്ങി 6 വിക്കറ്റ് നേടിയ ജസ്പ്രീത് ബുംറയാണ് ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരയെ തകർത്തത്. ഇന്ത്യയ്ക്കായി കുൽദീപ് യാദവ് 3 വിക്കറ്റും നേടി. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഇന്ത്യ 2ാം ഇന്നിംഗ്സിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസ് നേടിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ജംഷഡ്പൂർ FC നേരിടും. മുംബൈയിൽ രാത്രി 7:30-നാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ നിലവിൽ 4-ാമതാണ് മുംബൈ സിറ്റി. പാകിസ്ഥാനിൽ നടക്കുന്ന ഡേവിസ് കപ്പ് ടെന്നീസിൽ ഡബിൾസ് വിഭാഗത്തിൽ ഇന്ത്യൻ ജോഡിയായ യൂക്കി ഭാംബ്രിയും സകേഷ് മൈമേനിയും പാകിസ്ഥാന്റെ ഉസാമിൽ മുർത്താസ ബർക്കത്തുള്ള സഖ്യത്തെ നേരിടും. ശ്രീലങ്കയുടെ 76ാമത് സ്വാതന്ത്ര്യദിനാഘോഷം ഇന്ന്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കൊളംബോയിൽ കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമീബിയയുടെ പ്രസിഡന്റ് ഹാഗെ ഗാംഗോബ് അന്തരിച്ചു. അർബുദബാധയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ജനങ്ങൾ സമാധാനം പാലിക്കണമെന്നും മന്ത്രിസഭ ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ആക്ടിംഗ് പ്രസിഡന്റ് അറിയിച്ചു. നമീബിയയിൽ ഈ വർഷം അവസാനമാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്. ദക്ഷിണ അമേരിക്കൻ രാജ്യമായ ചിലിയിൽ കാട്ടുതീയെ തുടർന്ന് മരണപ്പെട്ടവരുടെ എണ്ണം 51ആയി. മരണസംഖ്യ ഇനിയും കൂടാനിടയുണ്ടെന്ന് ചിലി പ്രസിഡന്റ് അറിയിച്ചു. തലസ്ഥാനത്ത് നിന്ന് 70 കിലോമീറ്റർ അകലെയുള്ള വൽപറൈസോ മേഖലയിലാണ് കാട്ടുതീ പടർന്നു പിടിച്ചിരിക്കുന്നത്. അതിനിടെ ചിലിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതായി ആഭ്യന്തരമന്ത്രി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിൽ 11,599 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. കോമൺവെൽത്ത് ലീഗൽ എഡ്യൂക്കേഷൻ അസോസിയേഷൻ യോഗത്തിന്റെ സമാപന സമ്മേളനത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അഭിസംബോധന ചെയ്യും. കൊച്ചി കാക്കനാട് കിൻഫ്ര അന്താരാഷ്ട്ര പ്രദർശന കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് നാടിന് സമർപ്പിക്കും. 2024-25 സാമ്പത്തിക വർഷത്തെ കേരള ബജറ്റ് നാളെ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കും. ഇംഗ്ലണ്ടിനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ജംഷഡ്പൂർ FC പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.